സീറ്റ് നിഷേധിച്ചതിൻ്റെ ദുഃഖമൊക്കെ ഇപ്പോൾ പി ജെ ജോസഫ് മറന്ന മട്ടാണ്. അദ്ദേഹം കോട്ടയത്തെങ്കിലും അല്ലെങ്കിൽ ഇടുക്കിയിലെങ്കിലും മത്സരിക്കുമെന്നായിരുന്നു സ്വയം അദ്ദേഹം കരുതിയതും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അതായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ പി ജെ ജോസഫിന് ഏതായാലും മാണി സാറിനോട് തൽക്കാലത്തേക്ക് അക്കാര്യത്തിൽ വിരോധമൊന്നുമില്ല. എല്ലാ UDF കൺവെൻഷനുകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അദ്ദേഹം ആലത്തൂരിൽ എത്തിയപ്പോഴാണ് രസകരമായ ഒരു സംഗതി ഉണ്ടായത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പി ജെ ജോസഫ് നല്ലൊരു പാട്ടുകാരനാണ്. പ്രത്യേകിച്ചും പഴയ തലമുറയ്ക്കാണ് ഇക്കാര്യം കൂടുതൽ അറിയുക. പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ പി ജെ ജോസഫിൻ്റെ പാട്ടിനെക്കുറിച്ച് അത്ര ബോധ്യം ഉണ്ടായെന്ന് വരില്ല. അദ്ദേഹം പണ്ട് സിനിമയിൽ വരെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് പുറത്തിറങ്ങിയിട്ടില്ല, സിനിമയും പുറത്തിറങ്ങിയിട്ടില്ല. ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ അദ്ദേഹം രസകരമായ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു. ആ കൺവെൻഷനിലാണ് അദ്ദേഹം രസകരമായ തൻ്റെ ഈരടികൾ പാടിയത്. അങ്ങനെ കൃത്യമായ വരികളൊന്നും ആ പാട്ടിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രസകരം. മറ്റൊരു കാര്യം, ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മ്യൂസിക്കിൽ ബിരുദമുള്ള ആളാണ്, സംഗീതത്തിൽ ബിരുദമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 2 പേർ കൂടി ചേർന്നതോടുകൂടി രംഗം കൊഴുക്കുകയായിരുന്നു. പി ജെ ജോസഫ് പാടിയത് ഒരു വായ്ത്താരിയാണ്. താരാരം താരെ പോടടാ പോടടാ താരാരം താരെ എന്ന് തുടങ്ങുന്ന ഒരു വായ്ത്താരിയാണ്. ഇതോടുകൂടി സദസ്സ് വലിയ രീതിയിൽ കൈയടിച്ചു. തുടർന്ന് അദ്ദേഹം ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇഡ്ഡലി മേലെ ചട്ടണി പോടടാ തുടങ്ങിയ ഒരു പാട്ടാണ് അദ്ദേഹം 2 വായ്ത്താരിക ആയി പാടിയത്. ഇതിനും വലിയ അർത്ഥമൊന്നുമില്ല, ഒരു വളരെ സിമ്പിളായിട്ടുള്ള 2 വരികളാണ് അദ്ദേഹം പാടിയത്. പക്ഷേ സദസ്സിലുണ്ടായിരുന്നവർ, അതായത് വേദിയിലുണ്ടായിരുന്ന മുഴുവൻ പേരും അദ്ദേഹത്തിൻ്റെ പാട്ടിനെ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. രമ്യ ഹരിദാസിനോടും അദ്ദേഹം കൂടെ പാടാൻ ആവശ്യപ്പെട്ടു. രമ്യയും ഒപ്പം തന്നെ പി ജെ ജോസഫിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ പാട്ടിന് ഒപ്പം ചേർന്നതോടുകൂടി സദസ്സ് അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുകയാണ് ചെയ്തത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ 35 വർഷം മുമ്പായിരുന്നു പി ജെ ജോസഫ് ആദ്യമായി സിനിമയിലേക്ക് വന്നത്. 1984 കൃത്യമായി പറഞ്ഞാൽ തിരക്കേറിയ ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടിയും സംഗീത സംവിധായകൻ ജെറി അമൽദേവും ഒന്നിച്ച ശബരിമല ദർശനം എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം അന്ന് പാടിയത്. അന്ന് ചുനക്കര രാമൻകുട്ടിക്കും ഒപ്പം തന്നെ ജെറി അമൽദേവിനും വലിയ തിരക്കായിരുന്നു സിനിമയിൽ എന്ന് നമുക്ക് അന്നത്തെ കാലം അറിയുന്നവർക്ക് അറിയാം. ഏതായാലും അന്ന് ആ തിരക്കിനിടയിൽ അവർ കണ്ടെത്തിയ ഗായകനാണ് പി ജെ ജോസഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനം അല്ലെങ്കിൽ ഗായകൻ എന്നുള്ള റേഞ്ച് അന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ശ്യാമസന്ധ്യ വിമുഖം സഖി വിഷാദം ചമഞ്ഞു വരുന്നു നിധി ഹൃദന്തം നിറഞ്ഞ സുഗന്ധം തരും വസന്തം മറഞ്ഞു പ്രിയേ ദേവതേ, ഇങ്ങനെയാണ് പാട്ടിൻ്റെ പല്ലവി. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ പിന്നീട് പലപ്പോഴും സിനിമയിലൊന്നും ജോസഫിന് പാടാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുദാസിനും ചിത്രയ്ക്കും MG ശ്രീകുമാറിനൊപ്പം പല വേദികളിലും പാടിയിട്ടുണ്ട്. ഭക്തിഗാന ആൽബങ്ങൾക്ക് വേണ്ടിയും പി ജെ ജോസഫ് പാടി. പിന്നീട് ഒരുപാട് നാളിന് ശേഷമാണ് ഇന്ന് പി ജെ ജോസഫ് വേദിയിലെത്തി ഈ പാട്ട് പാടുന്നത്.